അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അംഗശുദ്ധി അഥവാ വുളു നിർബന്ധമാക്കിയതുള്ള രഹസ്യത്തെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. ഇസ്ലാം നിർദ്ദേശിച്ച വിശ്വാസാചാരങ്ങൾ പരിശോധിച്ചാൽ അവയിൽ പല രഹസ്യങ്ങൾ അടങ്ങിയതായും പലതരം നന്മകൾ ഓരോ അവയവത്തിൽ അവസരത്തിൽ ഉദ്ദേശിക്കപ്പെട്ടതായും കാണാവുന്നതാണ്. 5 നേരത്തെ നിസ്കാരത്തോടൊപ്പം ശുദ്ധീകരണവും നിർബന്ധമാക്കി. ശരീരവും വസ്ത്രവും നിസ്കരിക്കുന്ന സ്ഥലവും നജസിൽ നിന്ന് ശുദ്ധീകരിച്ചെങ്കിലേ നിസ്കാരം അംഗീകൃതമാവുകയുള്ളൂ. ഇതേ പ്രകാരം വലിയ അശുദ്ധിയുള്ളവർ കുളിക്കുകയും വേണം. മാത്രമല്ല, കൈകാലുകളും മുഖവും വായും പല്ലും നാവും മൂക്കും കഴുകി വൃത്തിയാക്കുകയും വേണം. മനുഷ്യർ സ്പർശിക്കുന്ന സാധനങ്ങളിൽ പലതരത്തിലുള്ള അഴുക്കുകളും വിഷബീജങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കിടെ കൈ കഴുകി വൃത്തിയാക്കിയില്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണപാനീയങ്ങൾ മുഖേനയോ മറ്റോ ആ മാലിന്യങ്ങൾ ശരീരത്തിൽ കടന്നുകൂടാനും രോഗമുണ്ടാവാനും കാരണമാകും. അവൻ തൊടുന്ന വസ്തുക്കൾ അശുദ്ധമായി തീരും. അതുകൊണ്ടാണ് ദിവസം 5 നേരം 3 പ്രാവശ്യം അവയവങ്ങൾ കഴുകണമെന്ന് കൽപ്പിച്ചത്. ഇതേ പ്രകാരം നമ്മെ ബാധിക്കുന്ന രോഗങ്ങളിൽ പലതും വായും പല്ലും വൃത്തിയാക്കാത്തത് കൊണ്ടാണ്. ഇസ്ലാം കൽപ്പിക്കുന്നത് ദിവസം 5 നേരം പല്ലും നാവും അഴുക്കുകൾ നീക്കി വൃത്തിയാക്കണമെന്നാണ്. ഈ കൽപ്പന അനുസരിക്കുന്നവർക്ക് രോഗം ബാധിക്കാൻ സാധ്യത കുറയുന്നു. മൂക്കിൽ പറ്റിയ പൊടിയും മറ്റു വിഷവസ്തുക്കൾ പോകുന്നത് ശ്വാസകോശത്തിലേക്കാണ്. അത് രോഗങ്ങൾക്ക് കാരണമാകുന്നു. ദിവസം 5 നേരം മൂക്കിൻ്റെ ഉൾഭാഗം വൃത്തിയാക്കി വെള്ളം കയറ്റി ചീറ്റുമ്പോൾ ഇത്തരം രോഗങ്ങൾ വരാൻ സാധ്യത കുറയുന്നു. പിന്നീട് കഴുകേണ്ടത് മുഖമാണല്ലോ. ആരോഗ്യപരമായി അതിന് വളരെ പ്രാധാന്യമുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഒരു മർമ്മസ്ഥാനമാണത്. ആ മർമ്മസ്ഥാനം ശുദ്ധിയാക്കുകയും ഇടയ്ക്കിടെ തണുപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ബോധക്ഷയം വന്നാൽ വെള്ളം തെളിക്കുന്നത് മുഖത്തേക്കാണല്ലോ. ബോധക്ഷയം പലപ്പോഴും ആരോഗ്യപരമായ ക്ഷീണത്തിൻ്റെ ഫലമാണ്. വെള്ളം തട്ടാതിരുന്നാൽ ക്ഷീണം ബാധിക്കുകയോ വർദ്ധിക്കുകയോ ചെയ്യുന്നത് ഇതിൽ നിന്ന് ഊഹിക്കാം. പിന്നെ ക്ഷീണിച്ചു വരുന്നവർ ഒരിടത്തിരുന്ന് വിയർപ്പ് വറ്റിയ ശേഷം മുഖം കഴുകിയാൽ പെട്ടെന്ന് ക്ഷീണം വിട്ടതായി അനുഭവപ്പെടുന്നു. മാത്രമല്ല, മുഖം കഴുകാത്തവൻ്റെ സൗന്ദര്യം ശോഭിച്ചു കാണുകയുമില്ല. അവനെ അപരിശ്രമായിട്ടേ ഗണിക്കപ്പെടുകയുള്ളൂ. മാന്യന്മാരുടെ ഗണത്തിൽ എണ്ണപ്പെടുകയില്ല. ഈ മുഖം കഴുകുമ്പോൾ കണ്ണിൻ്റെ എല്ലാ രോമങ്ങളും ശരിക്ക് ശ്രദ്ധിച്ച് കഴുകണം. പിന്നീട് 2 കൈകളും മുട്ടുൾപ്പെടെ വൃത്തിയാക്കുന്നു. മനുഷ്യൻ്റെ പ്രധാന ഞരമ്പുകളാണ് കൈകാലുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. അത് കഴുകുന്നത് കൊണ്ട് അഴുക്കുകളിൽ നിന്ന് രോഗാണുക്കളിൽ നിന്നും വൃത്തിയാകുന്നതോടൊപ്പം ശാരീരിക മാസകലം വെള്ളത്തിൻ്റെ തണുപ്പ് എത്തിച്ചേരുന്നു. ആദ്യം കൈപ്പടം കഴുകി വൃത്തിയാക്കുന്നത് അത് മുഖേന മറ്റവയവങ്ങൾ വൃത്തിയാക്കാൻ വേണ്ടിയാണ്. കൈ കഴുകിയ ശേഷം നനഞ്ഞ കൈകൊണ്ട് തല മുഴുവൻ തുടച്ച് വൃത്തിയാക്കാനും ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ ശരീരത്തെ ആകമാനം നിയന്ത്രിക്കുന്നത് തലച്ചോറാണത്. തലയോട്ടിയുടെ ഉള്ളിലാണത് സൂക്ഷിക്കപ്പെട്ടത്. ആ തലച്ചോറിന് നാശം സംഭവിക്കാതിരിക്കാണ് സുശക്തമായ ഒരു പെട്ടിക്കുള്ളിൽ ഭദ്രമായി അതിനെ സൂക്ഷിക്കുന്നത്. സൂക്ഷിച്ച് മാത്രമല്ല, തല മാത്രം ഒന്ന് കഴുകിയാൽ എത്ര സുഖം തോന്നും. തല നനയാതെ കുളിച്ചാൽ കുളി പോലെ തന്നെ തോന്നുകയില്ല കുളിച്ചതുപോലെ. തലമുടിയിൽ എപ്പോഴും പൊടിയും മറ്റും അശുദ്ധ വസ്തുക്കളും പറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ തല മുഴുവനും 3 പ്രാവശ്യം തടവേണ്ടിയിരിക്കുന്നു. തല തടവിയ ശേഷം ചെവി 2 ഉള്ളും പുറവും തുടച്ചു വൃത്തിയാക്കേണ്ടതാണ്. 2 കാലുകളും ദിവസം 5 പ്രാവശ്യം കഴുകി വൃത്തിയാക്കാൻ കൽപ്പിച്ചതിൻ്റെ ഉദ്ദേശവും ശ്രദ്ധേയമാണ്. വൃത്തികേടുള്ള സ്ഥലങ്ങളിലാണ് മനുഷ്യൻ സഞ്ചരിക്കുന്നത്. പല രോഗാണുക്കളും കാലിലും അതിൻ്റെ വിരലുകൾക്കിടയിൽ നഖത്തിനും താഴെയും മറ്റും പറ്റിപ്പിടിക്കും. പല രോഗങ്ങളും പടർന്നു പിടിക്കുന്നതും ആ വഴിയാണ്. തന്നിമിത്തം ദിവസം 5 നേരം നിർബന്ധമായി കാൽ കഴുകാൻ ഇസ്ലാം കൽപ്പിച്ചു. ഇങ്ങനെ വുളുവും മറ്റും ശുദ്ധീകരണ പ്രവൃത്തികളും മറ്റു മനുഷ്യനെ വൃത്തിയോടെ ജീവിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും പ്രാപ്തനാക്കുന്നു. അതാണ് വുളു. അംഗശുദ്ധി വരുത്തിയാലുള്ള കുറേ നേട്ടങ്ങൾ. ഇനിയും പറഞ്ഞതെന്ന് ആരോഗ്യപരമായ നേട്ടങ്ങൾ മാത്രമാണ് വുളുവിൻ്റെ ലക്ഷ്യമെന്ന് ധരിക്കുന്നത്. പക്ഷേ ചില വശങ്ങൾ എടുത്തു കാണിച്ചുവെന്ന് മാത്രം.
സർവജ്ഞനായ അല്ലാഹു മറ്റു രഹസ്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ബാഹ്യമായ അഴുക്കുകളിൽ നിന്ന് മനുഷ്യനെ വുളു ശുദ്ധിയാക്കുന്നത് പോലെ തന്നെ ആന്തരികമായ അഴുക്കുകളിൽ അവൻ നിന്നും അത് ശുദ്ധിയാക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരുന്നു, സത്യവിശ്വാസിയായ മനുഷ്യൻ വുളുവിൽ മുഖം കഴുകുമ്പോൾ കണ്ണു നിമിത്തം ഉണ്ടാകുന്ന എല്ലാ പാപങ്ങളും അവസാനത്തെ തുള്ളി വെള്ളത്തോടൊപ്പം മുഖത്തു നിന്ന് ഒഴുകിപ്പോകുന്നതാണ്. കഴുകുമ്പോൾ കൈകൊണ്ട് ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും അവൻ്റെ അവസാനത്തെ വെള്ളത്തിനോടൊപ്പം ഒഴുകിപ്പോകുന്നതാണ്. നടത്തത്തിലൂടെ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും കാൽ കഴുകുമ്പോൾ അവസാന വെള്ളത്തുള്ളിയോടൊപ്പം പോകുന്നതാണ്. അങ്ങനെ അവൻ പാപങ്ങളിൽ നിന്ന് പരിശുദ്ധനാകുന്നു. വുളുവിൻ്റെ അവയവങ്ങൾ വെള്ളം ഒലിപ്പിച്ച് കഴുകുന്നതോടൊപ്പം ആ അവയവങ്ങൾ ചെയ്ത ചെറിയ കുറ്റങ്ങളും ഒലിച്ചു പോകുന്നതാണ് ഈ ഹദീസിൽ പറഞ്ഞത്. അപ്പോൾ വുളു സാധാരണ നിലക്കുള്ള ഒരു ശുദ്ധിയല്ലെന്ന് വ്യക്തമാകുന്നുണ്ട്. ആയിരുന്നുവെങ്കിൽ ശരിക്ക് തേച്ച് കുളിച്ച് വൃത്തിയായാൽ പിന്നെ വുളുവിൻ്റെ ആവശ്യമുണ്ടാവുകയുമായിരുന്നില്ല. പ്രത്യേക ക്രമീകരണവും വ്യവസ്ഥയും വേണ്ടിയിരുന്നില്ല. ചുരുക്കത്തിൽ വുളു വെറും ശുദ്ധിയല്ല, മറിച്ച് ആരാധനപരമായ ശുദ്ധിയാണ്. അതിന് പ്രത്യേക വ്യവസ്ഥ സ്വീകരിച്ചേ പറ്റൂ. കാര്യങ്ങൾ മനസ്സിലാക്കി വേണ്ടതുപോലെ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.